ചരമോപചാരം. ഓർഡർ ഓർഡർ. കാനത്തിൽ ജമീല 15ാം കേരള നിയമസഭയിൽ കൊയിലാടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന നിയമസഭാംഗവും CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന കാനത്തിൽ ജമീല 2025 നവംബർ 29 അന്തരിച്ചു. 1966 മെയ് 5 കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ TK ആലിയുടെയും മറിയത്തിൻ്റെയും മകളായാണ് ജനനം. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ 3 തലങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഭരണ മികവ് തെളിയിച്ചതിന് ശേഷമാണ് കാനത്തിൽ ജമീല നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തലക്കളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ ഉത്തരവാദിത്വങ്ങൾ മാതൃകാപരമായാണ് നിറവേറ്റിയത്. ജില്ലയുടെ സമഗ്ര വികസനത്തിന് അടിത്തറയിട്ട കാലഘട്ടമായിരുന്നു കാനത്തിൽ ജമീലയുടേത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സജീവ പ്രവർത്തകയായിരുന്നു ജമീല. സ്ത്രീ ശാക്തീകരണത്തിന്റെ വഴിത്താരകളിലൂടെ മുന്നോട്ട് പോയി. CPIM ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിൽ പാർട്ടിയുടെ കരുത്തുറ്റ വനിതാമുഖമായി അവർ നിറഞ്ഞു നിന്നു. ജനകീയ പ്രശ്നങ്ങളിൽ ജനപക്ഷത്തു നിന്ന് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്ന കാനത്തിൽ ജമീല 2021 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെയാണ് കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്ത്രീ സ്വത്വത്തിന്റെ ഉന്നമനത്തിനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും ജീവിതം മാറ്റിവെച്ച നേതാവായിരുന്നു ജമീല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ അവർ കൊണ്ടുവന്ന പദ്ധതികൾ ഇന്നും മാതൃകയായി തുടരുന്നു. കുടുംബശ്രീ പ്രസ്ഥാനത്തെ കോഴിക്കോട് ജില്ലയിൽ ശക്തിപ്പെടുന്നതിൽ അവർ വഹിച്ച പങ്ക് നിസ്തൂലമാണ്. സാംസ്കാരിക കൂട്ടായ്മകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ജമീല. മതസൗഹാർദ്ദത്തിനും മാനവികതയ്ക്കും ഉന്നത മൂല്യം നൽകി. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂപടത്തിൽ സ്ത്രീകളുടെ സ്വരം ഉയർത്തുന്നതിൽ അവർ എന്ന് മുൻപന്തിയിലായിരുന്നു. മണ്ഡലത്തിലെ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളവ സഭയിൽ ഉന്നയിക്കുകയും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാവുമ്പോൾ വളരെ ശക്തമായി ഇടപെട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അവർ സഭയിൽ ഇടതുപക്ഷത്തിന്റെ ശക്തരായ വക്താക്കളിൽ ഒരാളായിരുന്നു. ഭരണാധികാരി എന്ന നിലയിൽ സ്ത്രീകളുടെയും സാധാരണക്കാരുടെയും ഉന്നമനത്തിനായി ഒട്ടേറെ മാതൃകാപരമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ജമീല നേതൃത്വം വഹിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ വൃക്ക രോഗികൾക്കായി ആവിഷ്കരിച്ച സ്നേഹസ്പർശം പദ്ധതി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. നിർധനരായ സ്ത്രീകൾ രോഗികൾക്കും വലിയൊരളവ് വരെ ആശ്വാസം നൽകുന്ന ഈ പദ്ധതിയുടെ കഴിഞ്ഞു. കൂടാതെ സ്ത്രീകളുടെ മാനസിക ശാരീരികാരോഗ്യം മുൻനിർത്തിയുള്ള ഷീപാഡ് പദ്ധതി, സ്കൂളുകളിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്ന വിജയവേദി പോലുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സഹായം നൽകുന്ന ജീവജ്യോതി പദ്ധതി തുടങ്ങിയവയും ജമീലയുടെ ഭരണകാലത്ത് നടപ്പിലാക്കിയിരുന്ന പദ്ധതികൾ ചിലതാണ്. ML എന്ന നിലയിൽ കൊയിലാണ്ടി മണ്ഡലത്തിലെ തീരദേശ വികസനത്തിനും കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനും വേണ്ടി നിയമസഭയിൽ നിരന്തരം ശബ്ദമുയർത്തിയ ജമീല കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു. മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുള്ള സംസ്ഥാന സർക്കാരിന് അംഗീകാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അവരുടെ ഭരണവിഘ്ന തേടിയെത്തിയിട്ടുണ്ട്. ലാളിത്യമായ പെരുമാറ്റവും കർക്കശമായ രാഷ്ട്രീയ നിലപാടുകളും ഒത്തുചേർന്ന വ്യക്തിത്വമായിരുന്നു കാനത്തിൽ ജമീലയുടേത്. സാധാരണക്കാരോട് ചേർന്ന് നിൽക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും എപ്പോഴും ശ്രമിച്ചിരുന്നു. കാനത്തിൽ ജമീലയുടെ വിയോഗത്തിലൂടെ ജനപക്ഷത്ത് നിന്ന് മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട CM സർ, കാനത്തിൽ ജമീലയെ കുറിച്ച് അങ്ങ് പറഞ്ഞ എല്ലാ വാക്കുകളോടും പൂർണ്ണമായി യോജിക്കുകയാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനാകെയും പുരോഗമന പ്രസ്ഥാനത്തിന് വിശേഷിച്ചും നികത്താനാവാത്ത നഷ്ടമാണ് കാനത്തിൽ ജമീലയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനതലമായ ഗ്രാമപഞ്ചായത്ത് മുതൽ കേരള നിയമസഭ വരെ പ്രവർത്തിച്ച അനുഭവ പാരമ്പര്യമുള്ള വ്യക്തിത്വമായിരുന്നു ജമീല. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, 2 തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അതിനുശേഷമാണ് 2021 കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അവർ ഈ സഭയുടെ ഭാഗമാകുന്നു. ഭരണരംഗത്തെ
ദീർഘകാല പരിചയം ഈ സഭയിലെ ജമീലയുടെ ഇടപെടലുകൾക്ക് തിളക്കമേകി എന്നത് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ്. നിയമസഭയിൽ അംഗമായിരുന്ന കാലയളവിൽ ജനജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളെ എല്ലാ ഗൗരവത്തോടെയും ഈ സഭയിൽ അവർ അവതരിപ്പിച്ചിരുന്നു. നിയമനിർമ്മാണമടക്കമുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. അടിച്ചമർത്തപ്പെടുന്നവരുടെ ഭാഗത്താണ് എല്ലാ കാലത്തും ജമീലയുണ്ടായിരുന്നത്. ശ്രദ്ധേയായ നിയമസഭാ സാമാജിക, കരുത്തയായ സംഘാടക, മികച്ച വാഗ്മി, പാർട്ടി പ്രചാരക എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ ശ്രദ്ധേയായിരുന്നു കാനത്തിൽ ജമീല. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഘട്ടത്തിലും പൊതുകാര്യങ്ങളിൽ ശ്രദ്ധയോടെ ഇടപെടാനും പരിഹാരം കാണാനും അവർ ശ്രദ്ധിച്ചു. രോഗത്തിൻ്റെ ലാഞ്ചന പോലും പുറത്തു കാണിക്കാതെ ആത്മവിശ്വാസത്തോടെ പല പൊതുപരിപാടികളുടെയും ഭാഗമായി. അതുകൊണ്ട് തന്നെ രോഗം ഭേദമായി വൈകാതെ തന്നെ കൂടുതൽ സജീവമായി അവർ പൊതുരംഗത്ത് പ്രവർത്തിക്കുമെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ഏവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് കാനത്തിൽ ജമീല നമ്മെ വിട്ടുപിരിഞ്ഞു. അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകളാണ് നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ളത്. അതൊന്നും ഒരിക്കലും മായുന്നതല്ല. കാനത്തിൽ ജമീലയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സഭയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് വേണ്ടി ശ്രീ കെ ബാബു. അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ശ്രീമതി കാനത്തിൽ ജമീലയുടെ വേർപാടുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങളോടെല്ലാം ഞാനും എൻ്റെ പാർട്ടിയും യോജിക്കുകയാണ്. സർ, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ എല്ലാ തലങ്ങളിലും അംഗമാകാൻ സാധിച്ച അപൂർവം ആളുകളിൽ ഒരാളാണ് ശ്രീമതി കാനത്തിൽ ജമീല. മലബാർ പ്രദേശത്തു നിന്ന് നിയമസഭയിൽ വന്നിട്ടുള്ള വനിതാ അംഗങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരംഗം ആയിരുന്ന ശ്രീമതി കാനത്തിൽ ജമീല അങ്ങേയറ്റത്തെ ജനാധിപത്യ ബോധവും മതേതര നിലപാടും ഈ സഭയിൽ എന്നും പ്രകടിപ്പിക്കാറുണ്ട്. രണ്ട് പക്ഷമാണെങ്കിലും ഇടവേളകളിലെല്ലാം കാണുന്ന സന്ദർഭത്തിൽ മലബാർ സ്ലാങ്ങിൽ വളരെ അടുത്ത സൗഹൃദം പുലർത്താൻ അവരെപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം, പ്രത്യേകിച്ച് താഴെ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തെല്ലാം വളരെ കൂടുതൽ സംസാരിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ഞാൻ ശ്രീമതി കാനത്തിൽ ജമീല കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ അന്ന് മന്ത്രി എന്നുള്ള നിലയിൽ പല പരിപാടികളിലും പങ്കെടുക്കാനും പല കാര്യങ്ങളിൽ പങ്കാളിയാകാനും സാധിച്ചിട്ടുണ്ട്. അന്നെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെടത്തക്ക വിധത്തിലുള്ള വശ്യമായ ഒരു പ്രവർത്തന ശൈലിയും അതുപോലെ തന്നെ വളരെയധികം നേതൃത്വപരമായ നിലപാടും സ്വീകരിച്ചിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. ശ്രീമതി കാനത്തിൽ ജമീല 1995 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് തലക്കളത്തൂരിൽ നിന്ന് പഞ്ചായത്ത് അംഗമായത്. അതോടെയാണ് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിനെ തുടർന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന 97 CPM പാർട്ടി അംഗമായി മാറിയത്. തൃക്കളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയും ഒക്കെ അംഗീകാരം നേടാൻ സാധിച്ചത് അവരുടെ വ്യക്തിപരമായ വശ്യമായ നിലപാടുകളും നേതൃത്വപര സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച് നമ്മളോടൊപ്പം കഴിഞ്ഞ 5 കൊല്ലക്കാലം ഈ സഭയിൽ അംഗമായിരുന്ന ശ്രീമതി കാനത്തിൽ ജമീലയുടെ ആകസ്മികമായ വേർപാട് നമുക്കെല്ലാം അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കിയ ഒരു വാർത്തയാണ്. അവരുടെ വേർപാടിൽ ഞാൻ അങ്ങും
അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രകടിപ്പിച്ച വികാരങ്ങളോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് നിർത്തുന്നു. അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമെല്ലാം ഇവിടെ പ്രകടിപ്പിച്ച പൊതുവായ അഭിപ്രായത്തോട് ഞാനും എൻ്റെ പാർട്ടിയും യോജിക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ജമീല സ്കൂൾ ലീഡറായി, ക്ലാസ് ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്ന് തന്നെ അവരൊരു നേതൃ ഗുണം കാണിക്കാൻ തുടങ്ങി എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 95-ലാണ് ആദ്യമായി കോഴിക്കോട്ടെ തലക്കുളത്ത് പഞ്ചായത്തിൽ അവർ പഞ്ചായത്ത് അംഗമാവുന്നതും അതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നെല്ലാവരും കൂടെ സൂചിപ്പിക്കേണ്ടായി. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അവർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. അവിടെ സ്ഥിരം സമിതി അധ്യക്ഷയായി അവരുടെ പ്രവർത്തനമായി മുന്നോട്ട് പോയി. അതിനെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിലാണ് 2005 തുടർന്നുള്ള തെരഞ്ഞെടുപ്പിലാണ് തലക്കുളത്തൂർ അവിടെ നിന്ന് ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി അവർ തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുശേഷം 2010-ലും 2020-ലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 അവർ കേരള നിയമസഭയിലേക്ക് കൊയിലാണ്ടിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സന്ദർഭത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി അതേവരെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യമാണ്. മലബാർ മേഖലയിലെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിലേക്ക് എത്തുന്ന ആദ്യത്തെ വനിത എന്നതുകൂടിയാണ് ഞാൻ അവരെക്കുറിച്ച് ഓർക്കുന്നത്. ശ്രീമതി കാനത്തിൽ ജമീല വളരെ നല്ല നിലയിലാണ് MLA എന്ന രീതിയിൽ അവരുടെ പ്രവർത്തനം ഈ നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങൾ നിയമസഭാ വേദിയിൽ അവർ പ്രകടിപ്പിച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും കാണാൻ കഴിയും. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ എല്ലാ പടികളും ചവിട്ടി കയറി മുന്നോട്ട് വന്ന സഖാവാണ് 21-ൽ MLA എന്ന നിലയിൽ അവരുടെ ഇരുത്തം വന്ന ഒരു നേതാവിൻ്റെ പ്രത്യേകതയോടുകൂടിയുള്ള പ്രകടനങ്ങളും അഭിപ്രായങ്ങളും പ്രസംഗങ്ങളുമെല്ലാം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വീട്ടിടങ്ങളിൽ തളച്ചിടപ്പെടുന്ന സ്ത്രീ ജീവിതത്തെക്കുറിച്ച് സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഭട്ടതിരിപ്പാടിനെ പോലുള്ള ആളുകൾ പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് 67 വർഷങ്ങൾക്ക് ശേഷമാണ് ജനകീയ ആസൂത്രണ സംവിധാനം നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ നടപ്പാക്കാൻ തുടങ്ങിയത്. അതിന് ശേഷം നമ്മുടെ ഈ പറയുന്ന ഭരണരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം അതിലൂടെ മികവ് തെളിയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖാവായിരുന്നു കാനത്തിൽ ജമീല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവരെ സംബന്ധിച്ച് ആ പഞ്ചായത്ത് ഭരണത്തിൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള പ്രത്യേകമായ കഴിവുകൾ കുടിവെള്ളക്ഷാമത്തെ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് വെള്ളമെത്തിക്കാനും എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ശ്രീമതി ജമീല നടത്തിയിട്ടുള്ള പ്രധാന ഇടപെടൽ. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ കുത്തിയിരിപ്പ് സമരം അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. MLA ആയിരിക്കെ മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്താനും ജമീലയ്ക്ക് കഴിഞ്ഞു എന്ന് നാം എല്ലാവർക്കും അറിയാം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരിസരവാസികളുടെ വഴിയും കുടിവെള്ളവും തടസ്സപ്പെട്ടതോടെ ദേശീയപാത അധികൃതർക്കും നിർമ്മാണ കമ്പനിക്കാർക്കുമെതിരെ കടുത്ത നിലപാടുമായി ജമീല രംഗത്ത് എത്തുകയുണ്ടായി. അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനമാണ് നിയമസഭാംഗം എന്ന രീതിയിൽ അവരിവിടെ കാണിച്ചിട്ടുള്ളത്. അവരുടെ പരിശോധനയിൽ അസുഖബാധിതയായി വന്നതിന് ശേഷവും അവർ ആ രോഗം ബാധിച്ച ശേഷവും അവരുടെ കഴിവുകൾ വിവിധ മണ്ഡലങ്ങൾ പഞ്ചായത്തിലും നമ്മുടെ നിയമസഭയിലുമൊക്കെ പ്രകടിപ്പിക്കുകയുണ്ടായി. അകാലത്ത് നമ്മളെ വിട്ടുപോയ പ്രിയ സഖാവിൻ്റെ വേർപാടിൽ എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും ദുഃഖവും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിട്ടു. കാനത്തിൽ ജമീലെ കുറിച്ച് അങ്ങും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മറ്റു കക്ഷി നേതാക്കളും പറഞ്ഞതിനോടൊക്കെ യോജിക്കുക. ഉദിച്ചു വരികയും പെട്ടെന്ന് പൊലിഞ്ഞു പോവുകയും ചെയ്ത ഒരു ജീവിതമായി പോയി അവരുടേത്. നമ്മളൊക്കെ വളരെ ശ്രദ്ധേയമായ ഒരംഗം, അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ പൊതുരംഗത്തെ അവരുടെ പ്രവർത്തന സാന്നിധ്യം ശ്രദ്ധിച്ച് വരുന്ന ഘട്ടത്തിലാണ് അസുഖബാധയായി പെട്ടെന്ന് അവർ വിടവാങ്ങിയത്. വളരെ ദുഃഖകരമായ ഒന്നായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ അധികാര വികേന്ദ്രീകരണം വന്നതിന് ശേഷം എല്ലാ തലത്തിലും മികവ് തെളിയിച്ച് നല്ല പേരുണ്ടാക്കിയ ഒരു വനിത എന്നുള്ള നിലയിൽ അവർ ഇടക്കാലത്ത് അവരുടെ ഈ ജീവിതകാലത്ത് അറിയപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റിലുള്ളപ്പോഴും അതുപോലെ തന്നെ മറ്റ് നിലയിലുമൊക്കെ പല നിലയിലും അവരുമായി പല കാര്യങ്ങൾക്കും
ബന്ധപ്പെടാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു പൊതുപ്രവർത്തകർക്ക് ഉണ്ടാവേണ്ട എല്ലാ സൗമ്യമായ രീതിയും അതുപോലെ തന്നെ ഒരു ലക്ഷ്യബോധവും ഒക്കെ അവരിൽ പ്രകടമായി ഏവരും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോഴിക്കോട് ജില്ലയിൽ അവരുടെ സാന്നിധ്യം ഒട്ടേറെ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവരാൻ ഉത്സാഹിച്ച് ശ്രമിച്ചിരുന്നു. മണ്ഡലത്തിലും അതുപോലെ തന്നെ മറ്റു തലത്തിലിരിക്കുമ്പോഴുമൊക്കെ തൻ്റെ ജീവിതം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരുടെ ഇടയിൽ നിന്ന് ഉദിച്ചുയർന്ന ഒരു നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ലീഡറാണ് അകാലത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ദുഃഖത്തിൽ, സഭയുടെ ആ ദുഃഖത്തിൽ അവരോടും അവരുടെ കുടുംബത്തോടും നാടിനോടും ഞാനും എൻ്റെ വികാരം പ്രകടിപ്പിക്കുന്നു. നമ്മുടെ സഭയിലെ അംഗവും തികഞ്ഞ ജനകീയ നേതാവുമായിരുന്ന കാനത്ത് ജമീലയുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഈ സഭയിൽ മടങ്ങിയെത്തും എന്നാണ് പലപ്പോഴും നമ്മൾ വിചാരിച്ചത്. പക്ഷേ കാനത്ത് ജമീല നമ്മളെ വിട്ടുപിരിഞ്ഞു. ജനങ്ങളുമായി നേരിട്ട് സംവാദിക്കാനുള്ള അവരുടെ കഴിവ് തീർച്ചയായിട്ടും കാനത്തിൽ ജമീല എന്ന പേരിനെ തന്നെ ജനകീയമാക്കി. വിനയവും അതോടൊപ്പം ദൃഢനിശ്ചയവും ഒത്തുചേർന്നൊരു വ്യക്തിത്വമായിരുന്നു. സൗമ്യമായ പെരുമാറ്റവും പുഞ്ചിരി തൂകുന്ന മുഖവും ആരെയും എപ്പോഴും ഏത് സമയത്തും അവരെ കാണുന്ന സന്ദർഭങ്ങളിലും സംസാരിക്കുമ്പോഴും ഏക ആകർഷണീയമായിരുന്നു. അത് ജനഹൃദയങ്ങളിൽ പതിഞ്ഞ ആത്മാർത്ഥതയുടെ ഒരു നിറകുടമായി കാണാൻ സാധിക്കുമായിരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കറും മുഖ്യമന്ത്രിയും മറ്റ് കക്ഷി നേതാക്കന്മാരും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും ജില്ലാ പഞ്ചായത്തിൻ്റെ സാരഥി എന്ന നിലയിലും എല്ലാം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ അനുഭവ സമ്പത്ത് ഒരു ചെറുതായി കാണാൻ കഴിയില്ല. അവിടെയെല്ലാം തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ഇടപെടലുകളുടെയും പ്രവർത്തനത്തിൻ്റെയും വലിയ ഒരു നേട്ടമായും ജനങ്ങളോടുള്ള സാമീപ്യത്തിൻ്റെ ഒരടുപ്പമായി നമുക്ക് കാണാനായിട്ട് കഴിയും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയങ്ങളിൽ നടപ്പിലാക്കിയ ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ, അങ്ങനെ ജനകീയ വിഷയങ്ങളുടെ അടിത്തറയിൽ നിന്നാണ് ആ പ്രവർത്തനങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കാനായിട്ട് സാധിച്ചത്. സ്ത്രീകൾ പൊതുരംഗത്തും രാഷ്ട്രീയത്തിലേക്കും വരണം എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ പ്രവർത്തന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുള്ള വഴികൾ കണ്ടെത്താനും പ്രവർത്തന സജ്ജമാക്കി ആൾക്കാരെ നിലനിർത്തുന്നതിനും കാനത്തിൽ ജമീല എന്നും ശ്രദ്ധിച്ചു എന്നുള്ളത് ഈ സഭയിലെ ഓരോ അംഗങ്ങൾക്കും ബോധ്യമുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് മണ്ഡലത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ ഒരു MLA ഏത് നിലയായിരിക്കണം എന്നുള്ള മാതൃകാപരമായ സമീപനം, ഒരു നിയമസഭാ സബ്മിഷൻ വരിക, ഒരു കോളിംഗ് അറ്റൻഷൻ വരിക, അസംബ്ലിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുക, അപ്പോൾ നേരത്തെ കൂട്ടി തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാരെ കണ്ട് അത്തരം കാര്യങ്ങൾ സംസാരിക്കുവാനും അതിനെല്ലാം പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി പ്രതീക്ഷിക്കത്തക്ക വിധത്തിൽ അതിനെ കൊണ്ടുവന്ന തൻ്റെ മണ്ഡലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് വളരെയേറെ ശ്രദ്ധയാകർഷിച്ച ഒന്നായിരുന്നു എന്നുള്ളത് നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൊയിലാണ്ടി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അവർക്ക് വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. തീരദേശ ജനതയുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിൽ സജീവമായിരുന്നു ഈ സഭയിലെ അവരുടെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും. നടക്കുന്ന കപ്പാട് കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നം, കുറ്റ്യാടി നദിയിൽ കോട്ടത്തുരുത്തി ദ്വീപിലെ സൈറ്റ് പ്രൊട്ടക്ഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളില്ല, അതെല്ലാം സബലീകരിക്കാനായിട്ട് ശ്രമിച്ച് നടത്തിയ അവരുടെ ശ്രമങ്ങൾ വിജയം കണ്ടെങ്കിലും ഇന്ന് കാനത്ത് ജമീല നമ്മോടൊപ്പം ഇല്ല എങ്കിലും ആ ജനത്തിനു വേണ്ടി നടത്തിയ പോരാട്ടമാണ് ജനകീയമായ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധയാകർഷിക്കുന്ന ഒന്ന് എന്ന് വരും തലമുറ ഓർത്തിരിക്കാൻ കഴിയത്തക്ക വിധത്തിൽ അവരെ സജ്ജമാക്കി മുന്നോട്ട് പോയി എന്നുള്ളതിൽ ധന്യമായ ഒരു ജീവിതമാണ് അവർ നയിച്ചത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അകാലത്തിൽ നമ്മളെ വേർപെട്ടു. അവരുടെ പ്രവർത്തനങ്ങളും രീതികളും നമ്മുടെ സഭയെയും ജനത്തെയും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനായിട്ട് വളരെ ഉപകരിച്ചിട്ടുണ്ട്. നിലപാടുകളിൽ ദൃഢനിശ്ചയവും സൗമ്യമായ പ്രവർത്തനവും വേറിട്ട് നിന്ന യാഥാർത്ഥ്യബോധത്തോടുള്ള ചിന്തകൾക്ക് ഇടം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു. സർ, നമ്മളെല്ലാം സഹപ്രവർത്തകയായി ഈ നിയമസഭയിൽ അംഗമായി ഇവിടെ സജീവമായി പ്രവർത്തന രംഗത്ത് നിൽക്കുന്നതിനിടയിൽ
അപ്രതീക്ഷിതമായ ഒരു സമയത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ സഹപ്രവർത്തകയായ ശ്രീമതി കാനത്തിൽ ജമീലയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിവിധ കക്ഷി നേതാക്കളും പ്രകടിപ്പിച്ച വികാരങ്ങളോട് പൂർണ്ണമായി ഞാൻ യോജിക്കുകയാണ്. സർ, ഇന്ത്യയിലും കേരളത്തിലും 2000 കാലഘട്ടത്തിൽ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയപ്പോൾ അതിലൂടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും വനിതാ പ്രാതിനിധ്യത്തിൻ്റെയും പ്രാധാന്യം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വളരെ സജീവതയോടെ രാജ്യമെമ്പാടും പ്രത്യേകിച്ചും കേരളത്തിൽ ചർച്ച ചെയ്ത ഒരു കാലഘട്ടത്തിൽ സ്ത്രീ ശാക്തീകരണത്തിലൂടെ വളർന്നു വരാൻ കഴിയുന്ന, സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയുന്ന നിരവധി പ്രതിഭകളായ വ്യക്തിത്വങ്ങൾ നമ്മുടെ വനിതകൾക്കിടയിൽ സമൂഹത്തിലുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു മഹിളാരത്നമാണ് യഥാർത്ഥത്തിൽ ശ്രീമതി കാനത്തിൽ ജമീല എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട എല്ലാ വിവിധ കക്ഷികളെ പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ച പോലെ പ്രാദേശിക തലങ്ങളിൽ ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ നിയമസഭാംഗം വരെയുള്ള സ്ഥാനങ്ങളിലേക്ക് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വരാൻ വനിതകൾക്കിടയിൽ നിന്ന്, ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് കഴിയുക എന്ന് പറയുന്നത് നിരന്തരമായ പരിശ്രമത്തിലൂടെയും ജനങ്ങളുടെ ശക്തമായ പിന്തുണയിലൂടെയും മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അക്കാര്യത്തിൽ ജനങ്ങളുടെ മനസ്സ് ആർജിക്കുവാൻ കഴിഞ്ഞ, അത് നേടിയെടുക്കുവാൻ കഴിഞ്ഞ, ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ മുൻനിരയിലേക്ക് വരാൻ കഴിഞ്ഞ വ്യക്തിത്വമായിട്ടാണ് കാനത്തിൽ ജമീലയെ നമുക്ക് കാണാൻ കഴിയും. നിയമസഭയിൽ ഭരണമുന്നണിയുടെ ശക്തയായ ഒരു പോരാളിയായിട്ട് എപ്പോഴും ഇടപെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏത് ഘട്ടങ്ങളിലും ശക്തമായ ഇടപെടലുകളിലൂടെ ഭരണമുന്നണിക്ക് വേണ്ടി വാദിക്കുവാൻ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇടപെടാൻ മറ്റാരും തയ്യാറാകാതിരിക്കുമ്പോഴും കാനത്തിൽ ജമീല ശക്തമായ വാദമുഖങ്ങൾ ഉയർത്തി അവസരം പ്രസംഗിക്കുവാനോ ചോദ്യം ഉന്നയിക്കുവാനോ പോയിന്റ് ഫോറിനോ ഒന്നും വേണ്ടി കാത്തു നിൽക്കാതെ ഇടപെടലുകൾക്ക്, സംയോജിതമായ ഇടപെടലുകൾക്ക് ചാടി വീഴുന്ന കാനത്തിൽ ജമീലയെ എപ്പോഴും ഞങ്ങൾ അത് അവരോട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവിടെ താഴെ ശ്രീ കെ ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ താഴത്തെ ക്യാൻറ്റീനിൽ ഇവർ വനിതകളെല്ലാം കൂടി ഒന്നിച്ചു വരുമ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ചർച്ചയ്ക്ക് ചെറിയ അവസരം കിട്ടുമ്പോൾ കാനത്തിൽ ജമീലയുടെ തീപാറുന്ന പോരാട്ടത്തിന്റെ ശക്തമായ നിലപാടുകളെ കുറിച്ച് എല്ലാവരും രാഷ്ട്രീയത്തിനതീതമായി പറയുന്നത് ഒരു നിത്യസംഭവമായിരുന്നു. സർ, ഇങ്ങനെ വളരെ സജീവതയോടെ പ്രവർത്തിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ രോഗബാധിതയായി മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീമതി കാനത്തിൽ ജമീല നിയമസഭാംഗം എന്ന നിലയിലും മറ്റ് ജനപ്രതിനിധി എന്ന നിലയിലും നമ്മുടെ കേരളത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ചെയ്ത വിലപ്പെട്ട സേവനങ്ങളെ ആദരവോടുകൂടി വിലയിരുത്തുന്ന സന്ദർഭമായി ഈ അനുശോചനത്തിന്റെ അവരെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭം മാറുകയാണ്. ശ്രീമതി കാനത്തിൽ ജമീലയുടെ വിലപ്പെട്ട സംഭാവനകൾക്ക്, അവരുടെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഞാൻ അവരെ പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു. അവരുടെ കാനത്തിൽ ജമീലയുടെ ആത്മാവിന് സർവശക്തൻ നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. സാർ, ബഹുമാനിയായ നമ്മുടെ സഹപ്രവർത്തക ശ്രീമതി കാനത്തിൽ ജമീലയെ സംബന്ധിച്ച് അന്നും മുഖ്യമന്ത്രിയും മറ്റ് കക്ഷി നേതാക്കളും പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാനും പൂർണ്ണമായി യോജിക്കുകയാണ്. 15ാം കേരള നിയമസഭയിൽ ആദ്യമായിട്ടാണ് നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട് കാനത്തിൽ ജമീല ഇവിടെ എത്തുന്നത്. എന്നാൽ തന്നെ ത്രിതല പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലും അധ്യക്ഷയായും ഭരണാധികാരിയായും പ്രവർത്തിച്ച് ഒരു അനുഭവ കരുത്തുമായിട്ടാണ് നിയമസഭയിൽ ആദ്യമായി എടുത്തത്. അതുകൊണ്ടൊരു പുതുമുഖത്തിന്റെ യാതൊരു പ്രയാസവും ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും നന്നായി കൈകാര്യം ചെയ്യാനുള്ള സ്വതവേ സിദ്ധിച്ച ഒരു ശേഷിയുമായിട്ടാണ് കാനത്തിൽ ജമീല നിയമസഭയിൽ എത്തുകയും ഈ കാലഘട്ടം അത്രയും നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. നിലപാടുകളിലെ കാർക്കശ്യം, അതേസമയം തന്നെ വ്യക്തിപരമായ ബന്ധങ്ങളിലെ സൗമ്യഭാവം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഞാൻ കാനത്തിൽ ജമീലയോട് സംസാരിച്ചപ്പോൾ പോലീസ് വാഹനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പൊളൈറ്റ് ബട്ട് ഫേം എന്ന വാക്ക് കൃത്യമായി യോജിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കാനത്തിൽ ജമീല എന്ന് അവരോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. രാഷ്ട്രീയ നിലപാടുകളിൽ മാത്രമല്ല, സ്ത്രീപക്ഷ നിലപാടുകളിൽ, അതോടൊപ്പം തന്നെ നിയമസഭയിൽ ഏത് സമയത്തും ഇടപെടേണ്ട ആവശ്യമുള്ളപ്പോൾ കൃത്യമായി ഇടപെടാനുള്ള ആർജവം കാട്ടിക്കൊണ്ട്
താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനും ആ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന മുന്നണിക്കും വേണ്ടി പടപൊരുതുന്ന ഒരു പോരാളി എന്ന നിലയിൽ നിൽക്കുമ്പോൾ തന്നെ എല്ലാ കക്ഷികളിലും പെട്ട ആളുകളോടും വ്യക്തിബന്ധങ്ങളും സൗഹൃദവും സൗമ്യത്തോടെയുള്ള പെരുമാറ്റവും കാനത്തിൽ ജമീലെ അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറിയിരുന്നു എന്നത് ഞാൻ കൃത്യമായി ഓർക്കുകയാണ്. ഈ സഭയിൽ എപ്പോഴൊക്കെ സ്ത്രീപക്ഷ നിലപാടുകളെ സംബന്ധിച്ച് ചർച്ചയുണ്ടായോ അപ്പോൾ ശ്രീമതി കാനത്തിൽ ജമീലയുടെ ശബ്ദം മുഴങ്ങിക്കേട്ടിരുന്നു. എല്ലാവരോടും സൗഹൃദമായി പെരുമാറുന്ന ഒരു മുഖം, എപ്പോഴും സന്തോഷവതിയായി, എന്നാൽ അതേസമയം തന്നെ നിയോജകമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളിൽ അവിടുത്തെ വികസന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ച് ഏൽപ്പിക്കപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും, അത് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും ഒരിക്കലും പദവികൾ ആസ്വദിക്കാൻ വേണ്ടി ഉപയോഗിക്കാതെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ ഫലകരമായി കൈകാര്യം ചെയ്ത് സഫലമായൊരു ജീവിതം പൂർത്തിയാക്കി എന്ന് മാത്രം നമുക്ക് സമാധാനിക്കാം. അകാലത്തിൽ പൊലിഞ്ഞ ശ്രീമതി കാനത്തിൽ ജമീലയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. എൻ്റെ പാർട്ടിയുടെ അനുശോചനം അറിയിക്കും. സർ, അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇവിടെ നേതാക്കളൊക്കെ ഉന്നയിച്ച പൊതുഅഭിപ്രായത്തോട് യോജിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയായിരുന്ന കാനത്തിൽ ജമീലയുടെ അകാല നിര്യാണം വേറെ വേദന അനുഭവിച്ച ഒരു സന്ദർഭമായിരുന്നു. ഇവിടെ പ്രതിപാദിച്ചതുപോലെ ത്രിതല പഞ്ചായത്തുകളിലൂടെ വിവിധ സ്ഥാനങ്ങളിലൂടെ കടന്നു വരികയും അവിടെ വിവിധ അധ്യക്ഷ പദവികളിലൂടെ കടന്നു വന്ന വലിയൊരു അനുഭവ സമ്പത്തുമായിട്ടാണ് അവർ നിയമസഭയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി വിഷയങ്ങളിലേക്ക് അവർ കടക്കുകയും അതിൻ്റെ അകത്ത് കൂടുതലും ഇവിടെ പ്രതിപാദിച്ചതുപോലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന അവരുടെ ദൈനംദിന പ്രശ്നങ്ങളെ സഭാതലങ്ങളിൽ കൊണ്ടുവരുവാനും സർക്കാരിൻ്റെ ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അവരെപ്പോഴും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. സാംസ്കാരിക കൂട്ടായ്മകളിൽ അവരെപ്പോഴും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നത് ഏറെ അഭിമാനത്തോടെ നമുക്ക് ചൂണ്ടിക്കാട്ടുവാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അവർ അധ്യക്ഷ പദവികളിലിരുന്ന വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ, അവരൊരു ലേഖനത്തെ സംബന്ധിച്ച് കാനത്തിൽ ജമീൽ മരണശേഷം ഒരു ലേഖനം വായിച്ചപ്പോൾ അവർ ഇരുന്ന എല്ലാ അധ്യക്ഷ പദവികളിലും വിവിധ ത്രിതല പഞ്ചായത്തുകളിലും ഒക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ മുൻതൂക്കം നൽകുവാൻ അവരെപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അഭിപ്രായങ്ങളിൽ എപ്പോഴും വ്യക്തതയുണ്ടാവും. വിവിധ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തോടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും പ്രതിപക്ഷ ബഹുമാനത്തോടെ തന്നെയായിരുന്നു. ഇവിടെ അടിയന്തര പ്രമേയങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ എപ്പോഴും അത് തടസ്സപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോഴും പറയുന്ന ഓരോ വാക്കുകളും പ്രതിപക്ഷ ബഹുമാനത്തോടെ തന്നെ അതിനെ തടസ്സപ്പെടുത്തുവാൻ അവർ ശ്രമിച്ചിരുന്നു എന്നത് ഓർത്തു പോവുകയാണ്. സഭയിലും വിവിധ കമ്മിറ്റികളും കാനത്തിൽ ജമീലയോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഏറെ ഹൃദ്യമായ അനുഭവമായി മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട കാനത്തിൽ ജമീലയുടെ നിര്യാണത്തിലുള്ള അനുശോചനം ഞാൻ രേഖപ്പെടുത്തുകയാണ്. സാർ, കാനത്തിൽ ജമീല എന്ന എൻ്റെ സഹോദരിയുടെ വേർപാട് ഏറ്റവും അധികം ദുഃഖവും പ്രയാസവും ഉളവാക്കിയതാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കാനത്തിൽ ജമീല. പ്രത്യേകിച്ചും എൻ്റെ ഭാര്യയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം. കാരണം നിയമസഭയിൽ വരുമ്പോഴും അല്ലാതെ ഏറെ കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തിത്വമാണ്. സാറിൻ്റെ പ്രസംഗത്തിൽ എപ്പോഴും കാനത്തിൽ ജമീല പറയുന്ന ഒരു വാക്കുകളുണ്ട്. അങ്ങയുടെ പ്രസംഗം ഞങ്ങളെയധികം ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്നു, അതിനേക്കാൾ സന്തോഷിപ്പിക്കുന്നു. പക്ഷേ ദൈവവചനം പറയാതെ താങ്കൾ ഒരിക്കലും പ്രസംഗം നിർത്തരുത് എന്നെനിക്കൊരു ഉപദേശം തന്ന വ്യക്തിത്വമാണ് കാനത്തിൽ ജമീല എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് സാർ ഒരു വലിയ ഷോക്കാണ് ഈ ന്യൂസ്. കാരണം അങ്ങനൊരു അസുഖബാധിതയാണെന്ന് പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം അവരുടെ വേർപാട് വളരെയധികം ദുഃഖമുളവാക്കി എന്നുള്ളത് സത്യം തന്നെയാണ്. സർവവിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ലാസർ മരിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരുടെ ഭവനത്തിൽ ചെന്നു. അപ്പോൾ മാർത്തയും മറിയയും രണ്ട് സഹോദരിമാരാണ് ഉണ്ടായിരുന്നത്. അപ്പം മാർത്ത പറഞ്ഞ ഒരു വാക്യം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത്, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നുള്ളൊരു വാക്യം ഹൃദയത്തിനകത്ത് വളരെയധികം വേദനയുള്ള ഒരു വാക്യമാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചൊരു വിഷയം ഇതാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരായ സഹോദരങ്ങൾ. കാരണം പല ആൾക്കാരും മനസ്സിൽ കൂടെ കടന്നുപോയി. പ്രിയങ്കരനായ എൻ്റെ സഹോദരൻ തോമസ് ചാണ്ടി, കോടിയേരി ബാലകൃഷ്ണൻ, അതുപോലെ ഉമ്മൻചാണ്ടി സാർ, ഇങ്ങനെ പല ആൾക്കാരും ജീവിതത്തിൽ
ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ അവരുടെ ആ ദീപ്തമായ ആ ഓർമ്മ കാരണം നമ്മുടെ ഹൃദയത്തെ വല്ലാതെ ദുഃഖിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. കാരണം ഇവരുടെ എല്ലാം മരണം കാരണം നമ്മൾ ചിന്തിക്കുന്നത് അത് തന്നെയാണ്, ഈ ലോകത്തിൽ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ ഏത് മനുഷ്യനും കുറച്ച് തന്നാലൊരു ശ്വാസം മാത്രമാണ് ലോകത്തിൽ. നമ്മൾ ഏത് രീതിയിൽ ജീവിക്കണമെന്നുള്ള കാരണം ഇവരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. പ്രിയങ്കരിയായ കാനത്തിൽ ജമീലയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ നാടിൻ്റെയും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട ശ്രീമതി കാനത്തിൽ ജമീല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകയും ഒരു നല്ല സാമാജിക സഹപ്രവർത്തക എന്നതിലുപരി ഹൃദയത്തിൽ സ്ഥാനം നേടിയ കുലീനയായ ഒരു സഹോദരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിവിടെ വന്ന് ഈ സഭയിൽ വന്ന് അവരുമായി പരിചയപ്പെട്ട നിമിഷം മുതൽ അതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റായും ഒക്കെ ഇരിക്കുമ്പോൾ അറിയാമെങ്കിലും വലിയ അടുപ്പമുണ്ടായിരുന്നില്ല. ഈ വന്ന ആ ദിവസം മുതൽ എനിക്കൊരു പ്രിയ സഹോദരിയെ ലഭിച്ചതുപോലെയാണ് എന്നോട് വളരെ ചിരിച്ച മുഖമായി കുലീനമായ സംഭാഷണം. നമ്മളെല്ലാവരും പറഞ്ഞ വിഷയം അത് തന്നെയാണ്. ആരോട് സംസാരിച്ചാലും വളരെ തറവാടിത്തത്തോടെ സംസാരിക്കുന്ന സ്നേഹനിധിയായ ഒരു സഹോദരിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. മികച്ച ഒരു പൊതുപ്രവർത്തക, പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ഒക്കെ പ്രവർത്തിച്ച പരിചയം കൊണ്ടായിരിക്കാം. പക്ഷേ അവരെ നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പുതുമുഖത്തിലുപരി വളരെ കോൺഫിഡൻ്റായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, വളരെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകയാണ്. ഒരു സ്ത്രീയെയാണ് കണ്ടത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സ്ത്രീയുടെ ഉന്നതിക്ക് വേണ്ടിയും നമ്മളെല്ലാവരും ഒരുപാട് ശ്രമിക്കുന്നവരാണ് നമ്മുടെ സമൂഹം. കേരളം പ്രത്യേകിച്ച് സ്ത്രീകളെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ കാനത്തിൽ ജമീലയെ പോലെയുള്ള സ്നേഹനിധികളായ കഴിവുള്ള ആത്മവിശ്വാസമുള്ള സ്ത്രീകൾ നമുക്ക് അഭിമാനം തന്നെയാണ്. അതിലൊരു മഹത് വ്യക്തിയാണ്, ഏറ്റവും സ്നേഹനിധിയായ ഒരു വ്യക്തിയാണ് നമുക്ക് അകാലത്തിൽ നഷ്ടപ്പെട്ടത്. ഈ രോഗബാധിതയായതിനു ശേഷം എപ്പോഴും ആ രോഗത്തെക്കുറിച്ചും അവരുടെ രോഗാവസ്ഥയെക്കുറിച്ചും ഞാൻ അന്വേഷിക്കാറുണ്ടായിരുന്നു. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് പോയി കാണണമെന്ന് ആഗ്രഹിച്ചു. പിന്നീട് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഒരു മാനസികാവസ്ഥയാണ്. നിങ്ങൾക്കൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തി അവസാനമായി നമ്മൾ കാണുന്ന രൂപം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും. ഒരാൾ നമ്മൾ മരിച്ചു പോയി കാണുമ്പോൾ ആ ആൾ മരിച്ചു കിടക്കുന്നതാണ്. ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ പോലും ബന്ധുവാണ്, മരിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ അവസാനം കാണുന്നെങ്കിൽ ഇത് മനസ്സിൽ നിന്നുമായില്ല. കാനത്തിൽ ജമീലയുടെ ചിരിച്ച് സന്തോഷമുള്ള, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ പ്രസന്നമതിയായ അവരുടെ മുഖം കണ്ട് മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ചിത്രമുണ്ട്. ഇന്നും എൻ്റെ മനസ്സിൽ ഈ സഭയുടെ TV-യിൽ പ്രദർശിപ്പിക്കുന്ന അവരുടെ സ്നേഹത്തോടെയുള്ള പ്രസന്നതയുള്ള ചിരിയും ആ സന്തോഷത്തോടെയുള്ള ആ മുഖവുമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ അവസാനം ഞാൻ വിചാരിച്ചു ആ യാത്ര ഒഴിവാക്കി. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവിടെ ചെന്നത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ കാനത്തിൽ ജമീല എന്ന ചിത്രം മാറിപ്പോകും. എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാനത്തിൽ ജമീലയുടെ ചിരിച്ച് സന്തോഷമുള്ള, സൗമ്യതയോടെ സംസാരിക്കുന്ന, കുലീനതയോടെ ഇടപെടുന്ന ആ പ്രിയപ്പെട്ട സഹോദരിയുടെ മുഖമാണ്. നമ്മളൊരു ഒരു ഒരു സൈക്കോളജിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നമ്മുടെ മനസ്സിൽ എന്നും ഇനിയുള്ള കാലം, ഞാൻ ജീവിക്കുന്ന കാലം എൻ്റെ മനസ്സിൽ തെളിയുന്ന കാനത്തിൽ ജമീല ആ സ്നേഹനിധിയായ സഹോദരിയുടെ ചിരിച്ച മുഖമുള്ള കാനത്തിൽ ജമീലയായി. ആ കാലത്തിൽ ഈ രോഗം നമ്മുടെ നാടിൻ്റെ, നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു ശാപമായി മാറിയ ഈ രോഗം അവരെ നമ്മളിൽ നിന്ന് അകാലത്തിൽ വേർപെടുത്തി കൊണ്ടുപോയി. ഈ രോഗം ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നമ്മുടെ ഒരുവിധം ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായ MLA-മാർക്കെല്ലാം ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരിയുടെ ആത്മാവിന് ശാന്തി നേരുന്നു. അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും എൻ്റെ പാർട്ടിയും പങ്കുചേരുകയാണ്. ഈ സഭയിൽ ഇത്തരത്തിലൊരു പ്രഭാഷണം പ്രിയ സഹോദരിയെ പറ്റി നടത്തേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത്തരം പ്രസംഗങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സർ, ബഹുമാനപ്പെട്ട അംഗം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇവിടെ രേഖപ്പെടുത്തിയ ഹൃദയവികാരത്തോട് മറ്റു അംഗങ്ങളോടൊപ്പം ഞാനും പങ്കുചേരുകയാണ്. നമ്മുടെ ഈ സഭയുടെ നിത്യവസന്തമായിരുന്ന കാനത്തിൽ ജമീല തികച്ചും അപ്രതീക്ഷിതമായി അക്കാലത്താണ് നമ്മുടെ ഇവിടെ പറഞ്ഞത്. കോഴിക്കോട് പാർട്ടി ഓഫീസിൽ മൃതശരീരം ദർശിക്കാനും ആദരാഞ്ജലി അർപ്പിക്കാനും കഴിഞ്ഞപ്പോൾ കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഒഴുകിയെത്തിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് വളരെയേറെ പാടുപെടേണ്ടി. അപ്രതീക്ഷിതമായ ആ മരണത്തിൻ്റെ
ആഘാതങ്ങളും പ്രത്യാഘാതങ്ങളും എത്രയായിരുന്നു ജനമനസ്സിൽ സൃഷ്ടിച്ച ഒരു മുഖവരിയൊന്നും അവർക്ക് ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. വിദ്യാർത്ഥി ജീവിതം തൊട്ട് ഓരോ പടവുകളും കയറിയിട്ടാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങി പിന്നീടാണ് നിയമസഭാ സാമാജിക നിലക്കുള്ള അവരുടെ അംഗീകാരം സ്വീകരിക്കാനും പ്രശോഭിതമാകാനും കഴിയും. അവരുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ അവരുടെ നിയോജക മണ്ഡലത്തിൽ ഇരിങ്ങൽ എന്ന പ്രദേശത്താണ് എൻ്റെ ഭാര്യ വീട്. ആ വീട്ടിൽ നിയമസഭാംഗം എന്ന നിലക്ക് എത്തിയിട്ടുള്ളതിന് മുമ്പും അതിനുശേഷവും അവിടെ ഞാൻ ഉണ്ടായിരുന്നൊരു സന്ദർഭത്തിലാണ് അവിടെ അടുത്ത പരിപാടിക്ക് വന്നപ്പോൾ അവിടെ അവിചാരിതമായി എത്തിയത്. ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട ജുനേരി ചേച്ചി എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് സ്വീകരിച്ചത്. അതിനുശേഷം ഞാൻ അവസാന നിമിഷം വരെയും ജുനേരി ചേച്ചി എന്നെ വിളിക്കാറുണ്ട്. അത്രയേറെ ഹൃദയബന്ധം അവരുടെ ജീവിതത്തിൻ്റെ ഓരോ പദവിന്യാസങ്ങളുമായും രാഷ്ട്രീയമായും സാമൂഹ്യമായും ഉണ്ടാകാൻ സാധിച്ചു എന്നതുകൊണ്ട് അവർ ഒരു സാമാജിക എന്ന മാത്രമല്ല മാനുഷികമായ ഭാവങ്ങളുടെയും സൗഹൃദത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ തന്നെ പ്രതീകമായി ജ്വലിച്ചു എന്ന ഒരു വ്യക്തിയായിരുന്നു എന്നും ഒറ്റവാക്കിൽ പറയാൻ കഴിയും. അവരുടെ പുരോഗമനാശയങ്ങൾ, വിപ്ലവബോധം അതെല്ലാം തന്നെ സമൂഹത്തിന് പ്രീതിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇരിങ്ങലിലെ കുഞ്ഞാലിമരക്കാർ സ്മൃതിഭൂമിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ അവർ ചർച്ച നടത്തിയത് ഞാൻ സന്ദർഭത്തിൽ ഓർമ്മിക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ജമീല എന്ന, ഞാൻ ജമീല ചേച്ചി എന്ന് വിളിക്കുന്ന ആ ജമീല ചേച്ചിയുടെ പാവനമായ ഓർമ്മകൾക്ക് മുമ്പിൽ, ആ പോതിരിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ദിനഭരിതമായി നമസ്കരിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് ഉപസംഹരിക്കും. പ്രിയങ്കരായിരുന്ന നമ്മുടെ സഹപ്രവർത്തക കാനത്തിൽ ജമീലയുടെ വിയോഗം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കുറ്റ്യാടിയിലെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ തച്ചങ്കണ്ടി ആലിയുടെ മകളായി ജനിച്ച് കാനത്തിൽ ജമീല, ഞാൻ കുറ്റ്യാടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ ലീഡറായി പ്രവർത്തിക്കുന്ന കാലത്ത് അവിടെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. അവിടെ സഹോദരൻ TK ജമാൽ എൻ്റെ അടുത്ത സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ്. അകന്ന ബന്ധുക്കൾ എന്ന നിലക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ വളരെ അടുത്ത് പെരുമാറാറുണ്ടായിരുന്നു. പിൽക്കാലത്ത് ജമീല വിവാഹിതയായി എത്തിയത് തലക്കുളത്തൂരാണ്. അവിടെ ഒരു വീട്ടമ്മയായും അതോടൊപ്പം LIC ഏജൻ്റായും പ്രവർത്തിച്ച് വരുന്നതിനിടയിലാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി രംഗത്ത് വരുന്നത്. പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തിൻ്റെ ഭാഗമായി 1995 ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 33% വനിതാ സംവരണം വന്നതാണ് ജമീലയുടെ ജീവിതത്തിൽ ഏറെ വഴിത്തിരിവായത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡിൽ മത്സരിക്കണമെന്ന CPM ലോക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശം ഭർത്താവിൻ്റെ പിന്തുണയോടെ മത്സരരംഗത്തേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടാക്കി. ആ വർഷം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി സജീവ രാഷ്ട്രീയ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്തു. 1995 തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, 2000 തലക്കുളത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ, 2005 ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, 2010 2020 കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമം, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച അപൂർവ വനിത എന്ന റെക്കോർഡോടെ കാനത്തിൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടിയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയതോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തലക്കുളത്തൂർ പഞ്ചായത്തിലെ കണിയാങ്കുന്ന് ഉന്നതിയിൽ വെള്ളമെത്തിച്ചതിന് പിന്നിൽ കാനത്തിൽ ജമീലയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ കഥകളുണ്ട്. കാനത്തിൽ ജമീല പ്രസിഡന്റായിരുന്ന കാലത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമായ പ്രദേശമായിരുന്നു ഇവിടെ. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജലവകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ വരാൻ തയ്യാറാകാതിരുന്നപ്പോൾ ഓണത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ കാനത്തിൽ ജമീല ജലവകുപ്പ്
ഓഫീസിൽ പോയി മണിക്കൂറുകളോളം കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. തിരിച്ചു പോവില്ലെന്ന് ഉറപ്പായതോടെ ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ പോയി ഉന്നതിയിൽ വെള്ളമെത്തിക്കുന്ന സാഹചര്യമുണ്ടായി. പൊരുതു നേടിയതിൻ്റെ അഭിമാനം കാനത്തിൽ ജമീല പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. അന്നുവരെ അപരിചിതമായ ഒട്ടേറെ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയതിൻ്റെ അനുഭവവും അവർക്കുണ്ട്. തൻ്റെ വാർഡിൽ ആദ്യമായി ഗ്രാമസഭ നടക്കുന്ന വിവരം നാട്ടുകാരെ അറിയിച്ചത് ഗ്രാമവഴികളിലൂടെ ചെണ്ട കൊട്ടി പറഞ്ഞാണെന്നും 900ഓളം ആളുകൾ പങ്കെടുത്ത ഗ്രാമസഭയെ നിയന്ത്രിക്കാൻ തുടക്കക്കാരിയായ അവർ നന്നെ ബുദ്ധിമുട്ടിയിരുന്നതായും ഒരിക്കൽ ജമീല ഓർത്തെടുത്തിരുന്നു. കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന് അന്നുവരെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഭരണസമിതിയും നിയന്ത്രിച്ചിരുന്ന വികസന കാഴ്ചപ്പാടിൽ നിന്ന് ഗ്രാമസഭകളുടെ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന രീതി ആദ്യം പൊതുവെ കൗതുകമായിരുന്നു ജനങ്ങൾക്ക്. ജനകീയ ആസൂത്രണത്തിന്റെ പിറവി മുതൽ യൗവനം വരെ ഒന്നിച്ചു നടന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു കാനത്തിൽ ജമീല. ജനകീയാസൂത്രണത്തിന്റെ 25ാം വാർഷികത്തിൽ മുൻ മാതൃകകളില്ലാത്ത ഒരു വികസന യത്നത്തിൽ ഒപ്പം നടന്നതിന്റെ ഓർമ്മകൾ, പൂർത്തിയാക്കാൻ കഴിഞ്ഞ ജനകീയ പദ്ധതികൾ തുടങ്ങിയവ കൊയിലാണ്ടിയുടെ MLA ആയി നിയമസഭയിൽ എത്തിയപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതിന് വലിയ മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. 2010 കാനത്തിൽ ജമീല ജില്ലാ പഞ്ചായത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് സ്നേഹസ്പർശം പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്നും അത് അവരുടെ പേരിൽ പരാമർശിക്കപ്പെടുന്നു എന്നിടത്ത് ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിനെ കാണാൻ കഴിയും. കേരള മാതൃകയായ സ്ത്രീ ശാക്തീകരണമാണ് 25 വർഷമായി തുടരുന്ന പൊതുപ്രവർത്തനത്തിൽ കരുത്തെന്ന് ജമീല പറഞ്ഞത് എനിക്ക് ഓർമ്മയിൽ വരികയാണ്. CPM-നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും മാത്രമല്ല, വിശിഷ്യ സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും നന്മ മാത്രം ആഗ്രഹിച്ചു അതിനുവേണ്ടി മാത്രം പ്രവർത്തിച്ച കാനത്തിൽ ജമീലയുടെ നിര്യാതനത്തിൽ എന്റെയും എൻ്റെ പാർട്ടിയുടെയും അനുശോചനം അറിയിക്കും. ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, ഹജ്ജ് തീർത്ഥാടന വകുപ്പ് ദൃഷ്ടി അബ്ദുറഹിമാൻ. കാനത്തിൽ ജമീല എന്ന എൻ്റെ പ്രിയ സഹോദരിയെ ഓർക്കുമ്പോൾ ഒരാദ്യമായി ഈ സഭയിലെത്തിയ ദിവസവും ഒരിക്കൽ കൊയിലാണ്ടിയിൽ ഉള്ള ഏറ്റവും വലിയൊരു റൗണ്ടിൽ എൻ്റെ സുഹൃത്തുക്കളുമായി നിന്ന് ഇവിടുത്തെ ഒരു സഖാവിനോട് ചോദിച്ചു, ഇവിടെയാണ് ഇന്ദിരാഗാന്ധി മുമ്പ് പ്രസംഗിച്ച സ്ഥലം, അവിടെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സഖാവ് തിരിച്ച് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഇന്ദിരാഗാന്ധിയുടെ ചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് പോസ്റ്ററിൽ ഉള്ളത്. കാരണം ആ നാട്ടിലെ എല്ലാവരും ഇവരെ കണ്ടിരുന്നത് എന്താണോ ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന സ്ഥാനം, അതായിരുന്നു ആ നിയോജക മണ്ഡലത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന, അവരുടെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ മുഖം എന്നാണ് അതിലൂടെ എനിക്ക് മനസ്സിലായത്. വളരെ ആകർഷകമായിട്ടുള്ള അവരുടെ വ്യക്തിത്വം, അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള ഒരു കഴിവ്, അതോടൊപ്പം തന്നെ എല്ലാ ശത്രുക്കളോടായാലും സുഹൃത്തുക്കളോടായാലും അവരുടെ ഇടപെടൽ, ഇതെല്ലാം ചേർന്ന ഒരു വ്യക്തിത്വം എന്നും നമുക്ക് നഷ്ടമായിരിക്കുന്നു. ശാക്തീകരണത്തിൻ്റെ മുഖമായി കേരളത്തിൽ മാറിയിട്ടില്ല. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ആ സ്ഥാനം അലങ്കരിച്ച പ്രിയപ്പെട്ട സഹോദരിക്ക് എല്ലാവിധ ദുഃഖകരമായ ഒരു കുടുംബങ്ങളെല്ലാം തന്നെ നമ്മുടെ ഗാലറിയിലുണ്ട്. അവരോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നു. വളരെയധികം ദുഃഖത്തോടു കൂടിയായിരുന്നു അന്ന് ആ വാർത്ത കേട്ടത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി കാനത്തിൽ ജമീലയെ അപ്പോൾ ആസ്പത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നത്. അപ്പോൾ അന്ന് തന്നെ അവിടെ വിളിച്ചപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ അത്ഭുതത്തോടു കൂടിയാണ് സാർ അത് ശ്രമിച്ചത്. കാരണം ജമീല എന്ന് പറയുന്ന സഹോദരി വളരെ സുസ്മേരവതിയായിട്ട് നമ്മളോടൊപ്പം തന്നെ പെരുമാറുകയും വളരെ ഊർജ്ജസ്വലരായിട്ട്, ഒരാരോഗ്യക്കുറവും ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും എന്തായി എന്ന് അന്വേഷിക്കുമ്പോഴൊക്കെ തന്നെ വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. അവസാനം നമ്മളെ വിട്ടുപിരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും വിശ്വസിക്കാനാവാത്ത രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം
എല്ലാറ്റിലും ഉപരി അവരുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ SFIയുടെ പ്രവർത്തകയായി, സ്ഥാനാർത്ഥിയായി, പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ജില്ലയുടെ സമഗ്ര വികസനം എല്ലാ മേഖലകളിലും കാർഷിക ഫാമുകളൊക്കെ തന്നെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളുമായിട്ട് വരുമ്പോഴൊക്കെ തന്നെ അതൊക്കെ തന്നെ ചെയ്തു കൊടുക്കാൻ സാധിച്ചത് അവരുടെ ആ പെരുമാറ്റവും കാര്യങ്ങളുമാണ്. അങ്ങനെ എല്ലാ നിലയിലും ഊർജ്ജസ്വലയായിട്ട് ഇടപെട്ടുകൊണ്ട് പോവുകയും അവസാനം നമ്മെ വിട്ടുപിരിക്കുകയും ചെയ്തപ്പോൾ അവസാനം ആ ശവശരീരത്തിൽ ശേഷം അർപ്പിക്കുമ്പോൾ വളരെ വേദനയോടുകൂടിയാണ് അവരെ മുഖം കണ്ടത്. അതേ മുഖം തന്നെ, ഒരു മാറ്റവുമില്ലാതെ കണ്ടത്. പക്ഷേ ആ ദുഃഖത്തിൽ ഞാനും എൻ്റെ പാർട്ടിയും പങ്കുചേർന്നു. ശ്രീമതി രമ. യെസ് സാർ, അങ്ങേയറ്റത്തെ ഹൃദയവേദനയോടുകൂടിയാണ് ഈ ഒരു അനുശോചന യോഗത്തിൽ സംസാരിക്കേണ്ടി വരുന്നത്. ഇന്നലെ വരെ നമ്മോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി സഖാവ് ഇന്ന് നമ്മളൊപ്പമില്ല. എനിക്ക് വ്യക്തിപരമായി ജമീലയെ നിയമസഭയിൽ വരുന്നതിന് മുന്നേ തന്നെ നല്ല ബന്ധമാണ്. കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ നേരത്തെ ഒന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉണ്ടായിരുന്നു. ശക്തമായ സ്ത്രീപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരെപ്പോഴും മുൻപന്തിയിലായിരുന്നു. പലപ്പോഴും സ്ത്രീകളുടെ രാഷ്ട്രീയം, സ്ത്രീപക്ഷ രാഷ്ട്രീയം അത് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്നതിനെ സംബന്ധിച്ചൊക്കെ പല ഘട്ടത്തിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും നമ്മൾ പല യോഗങ്ങളിലും ആ തരത്തിൽ നേരത്തെ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മഹിളാ അസോസിയേഷനിലൊക്കെ നേരത്തെ ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നു. പിന്നീട് രാഷ്ട്രീയമായി വ്യത്യസ്തമായ ചേരിയിലാണെങ്കിൽ പോലും ആ വ്യക്തിബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരെന്നും താല്പര്യം കാണിച്ചിരുന്നു, അവരെന്നും ഉണ്ടായിരുന്നു. വ്യക്തിപരമായ വേദനകളും സന്തോഷങ്ങളിലുമൊക്കെ പലപ്പോഴും ഒന്നിച്ചു നിൽക്കാനും അതിനൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിലൊരു മാറ്റം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ജമീലത്ത എന്ന് ഞങ്ങളെല്ലാവരും വിളിച്ച് അവരെ ആ തരത്തിൽ ഏറ്റവും ഒരു സഹോദരിയെ പോലെ തന്നെ കൂടെ നിൽക്കാൻ അവസാനം വരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അസുഖമായിട്ട് ഹോസ്പിറ്റലാകുമ്പോൾ വിളിച്ചപ്പോൾ വളരെ വേദന പറഞ്ഞിരുന്നു. സഭയിൽ പങ്കെടുക്കാത്തതിൻ്റെ ഒരു പ്രയാസം അവർ പങ്കുവച്ചിരുന്നു. പക്ഷേ അടുത്ത സഭയിൽ ഞാൻ എന്തായാലും ഉണ്ടാകും എന്ന ആത്മവിശ്വാസവും രോഗം മാറി ഭേദമായി തിരിച്ച് സഭയിലെത്താൻ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് അസുഖം മൂർച്ഛിച്ച് അവർ വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. എപ്പോഴും ചിരിച്ച് എല്ലാവരോടും മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ, എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്താൻ അവർക്ക് സാധിച്ചിരുന്നു എന്നതാണ്. രാഷ്ട്രീയം നോക്കിയിട്ടല്ല, മതം നോക്കിയോ ജാതി നോക്കിയോ ഒന്നുമല്ലാതെ തന്നെ എല്ലാ മനുഷ്യരുടെയും പ്രയാസങ്ങളെ ചേർത്ത് നിർത്താൻ സാധിച്ചു. ഒരു ഏറ്റവും നല്ല ഒരു സഖാവായിരുന്നു സഖാവ് ജമീലത്ത. അതുപോലെ തന്നെ അദ്ദേഹം ഭരണസാരഥിയായിരിക്കുന്ന സമയത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്തൊക്കെ തിളക്കമാർന്ന പ്രവർത്തനങ്ങൾ, വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഓരോ സമയത്തും നടത്താൻ, അത് രേഖപ്പെടുത്തി വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. തിളക്കമാർന്ന പ്രവർത്തനങ്ങളാണ് ഓരോ മേഖലയിലും അവർ നടത്തിയത്. അതിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ നടത്തിയ സ്നേഹസ്പർശ പദ്ധതി, നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ, അതൊക്കെ എടുത്തു പറയപ്പെടേണ്ട നിരവധി പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും ആ തരത്തിലൊരു അടയാളപ്പെടുത്തൽ ഉണ്ടാകാൻ ബോധപൂർവമായ ശ്രമം അവർ നടത്തിയിരുന്നു എന്നാണ്. അപ്പൊ സ്ത്രീകൾ പലപ്പോഴും ഇത്തരത്തിൽ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല എന്ന് ധരിച്ചു വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും നന്നായി പഞ്ചായത്തായാലും ജില്ലയായാലും ഒക്കെ കൊണ്ടുപോകാൻ ഒരു സ്ത്രീക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കും എന്ന് അവരെ തെളിയിക്കാനും ആ തരത്തിൽ മുന്നോട്ട് പോകാനും സാധിച്ചത് നമുക്ക് എപ്പോഴും അഭിമാനത്തോടു കൂടി തന്നെയാണ് കണ്ടത്. ആ ഒരു അഭിമാനകരമായ പ്രവർത്തനങ്ങൾ ഈ സഭയിലും, ഒരുപക്ഷെ അസുഖമായി അന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അന്ന് അവസാനം അദ്ദേഹം സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഞങ്ങൾ തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സഭ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്താൻ, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ അവരെപ്പോഴും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ്. ഒരിക്കലും മായുന്നില്ല അവരുടെ ഓർമ്മകൾ. വളരെ പ്രയാസത്തോടു കൂടിയാണ് സത്യത്തിൽ ആ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങളൊക്കെ നമ്മളെ ഇപ്പോൾ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. വളരെ വേദനയോടുകൂടി തന്നെ ഈ ഒരു അനുശോചനത്തിൽ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അനുശോചനം. ബഹുമാന്യായ കാനത്തിൽ ജമീലയെ പറ്റി അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കക്ഷി നേതാക്കളും പറഞ്ഞ എല്ലാ അഭിപ്രായങ്ങളോടും ഞാൻ യോജിക്കുന്നു. ഞാൻ സാധാരണ MLA പ്രസിഡന്റിലേക്ക് പോരുമ്പോൾ ആരെങ്കിലും MLA മാരോട് ഒപ്പുണ്ടെങ്കിൽ
അസംബ്ലിയിലേക്കാണെങ്കിൽ പോരാം എന്ന് പറയും. അങ്ങനെ ഒരു ദിവസം കാനത്തിൽ ജമീലയും എൻ്റെ കൂടെ വണ്ടിയിൽ കയറി. എനിക്ക് മലബാർ ഭാഷ കേൾക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ വണ്ടിയിൽ കയറിയ ഉടനെ എന്നോട് ചോദിച്ചു, നിങ്ങൾ മടപ്പള്ളി കോളേജ് പഠിച്ചിട്ടുണ്ടല്ലേ? അത് കഴിഞ്ഞ് ചോദിച്ചു, നിങ്ങൾ വോളിബോളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ്റ്റൻ ആയിരുന്നല്ലേ? ഞാൻ പറഞ്ഞേ. അപ്പം ഇതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. പറഞ്ഞു, ഈ നിയമസഭയിലെ 140 അംഗങ്ങളെ പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരോടും സ്നേഹത്തോടെ ചിരിച്ച മുഖത്തോടെ പെരുമാറിയിരുന്ന ആ മഹത് വ്യക്തിത്വത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അക്കാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ മഹത് വ്യക്തിയോടുള്ള ആദര സൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം.